Let's start learning English. ഹലോ മക്കളെ, വെൽക്കം ടു ക്ലാസ് 28. 28ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 28 ക്ലാസ്സസ്, 28 ഡേയ്സ് അല്ലേ? എല്ലാവരും വേഗം അറ്റൻഡൻസ് ഇട്ടോളൂ. ഫസ്റ്റ് അറ്റൻഡൻസ്. നമുക്ക് ഓട്ടം നടത്തണ്ടേ? ആദ്യത്തെ ഓട്ടം ബേസ് ഫോം ആൻഡ് ഇറ്റ്സ് മീനിങ്. റെഡി? എല്ലാവരും അറ്റൻഡൻസ് ഇട്ടല്ലോ? ഓക്കെ. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ലു തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോവുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടേർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക, വാച്ച് കാണുക വീക്ഷിക്കുക, ഗ്രോ വളരുക, കോം ചീകുക, ബീറ്റ് അടിക്കുക തോൽപ്പിക്കുക, ഹിറ്റ് ഇടിക്കുക, കിക്ക് തൊഴിക്കുക, പ്രിപ്പയർ തയ്യാറാവുക തയ്യാറാക്കുക, മേക്ക് ഉണ്ടാക്കുക, ടീച്ച് പഠിപ്പിക്കുക, ബ്രിങ് കൊണ്ടുവരിക, ബൈ വാങ്ങുക, ബിഗിൻ തുടങ്ങുക, ബിക്കം ആയിത്തീരുക, ഡിഗ് കുഴിക്കുക, ഡു ചെയ്യുക, ഫർഗെറ്റ് മറക്കുക, ഫർഗിവ് പൊറുക്കുക, ഫാൾ വീഴുക, ഫീൽ തോന്നുക, ഫൈറ്റ് വഴക്കിടുക, ഫൈൻഡ് കണ്ടെത്തുക, ഫ്രീസ് തണുത്തുറയ്ക്കുക, ഗിവ് നൽകുക, ഹിയർ കേൾക്കുക, ലിസൺ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഇത്രയും വാക്കുകളാണ് നമ്മൾ പഠിച്ചതല്ലേ? ഇനി നമുക്ക് പുതിയ വാക്കിലേക്ക് കടക്കാം. അതിനു മുൻപ് എല്ലാവരും സെക്കൻഡ് അറ്റൻഡൻസ് ഇടുക. അതോടൊപ്പം തന്നെ ഇതുവരെയായി നിങ്ങൾ എത്ര വാക്കുകൾ പഠിച്ചിട്ടുണ്ടാകാം എന്ന് ടീച്ചർക്ക് അയക്കുക. അതായത് ഇപ്പോൾ തന്നെ ഇവിടെ ഈ കമൻറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ഇപ്പം ആക്ഷൻ വേർഡ്സ് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്ന എണ്ണം ഇൻറ്റു 5. ഓക്കെ, അത് ആക്ഷൻ വേർഡ്സ്. അല്ലാതെ മൊത്തത്തിൽ ആക്ഷൻ വേർഡ്സ് ഉൾപ്പെടെ നിങ്ങൾ എത്ര വാക്കുകൾ പഠിച്ചിട്ടുണ്ടാകാം? ഓക്കെ, ഗസ് ദ നമ്പർ. ഓക്കെ, എല്ലാവരും ചെയ്യണേ. ഇതൊരു ഗെയിം പോലെ എടുത്താൽ മതി. ആലോചിച്ച് പറ എത്ര പഠിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ വാക്കിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ വാക്കാണ് കീപ്പ്. കീപ്പ് വയ്ക്കുക അല്ലേ? എടുത്തു വയ്ക്കുക, സൂക്ഷിച്ചു വയ്ക്കുക, കൈവശം വയ്ക്കുക എന്നൊക്കെ പറയുന്നില്ലേ? അതാണ് കീപ്പ്. കീപ്പ് ഇറ്റ് വിത്ത് യു, നിന്റെ കൈവശം വച്ചോളൂ. ഓക്കെ, കീപ്പ് ഇറ്റ് ദെയർ, അവിടെ വച്ചോളൂ. ഓക്കെ, അതായത് നമ്മൾ ഒരു സംഭവം നമ്മുടെ പൊസഷനിൽ വെക്കുന്നതാണ്. ഓക്കെ, വയ്ക്കുക, കീപ്പ്, KEEP, കീപ്പ്. അവിടെ നോക്കിയേ, 2 ചിത്രങ്ങൾ കാണാം. ഒരു ബോയ്, ഒരു ഗേൾ. 2 പേരും ഓരോ ബോക്സിലേക്ക്, ഓപ്പൺ ബോക്സ്, അതിലേക്ക് അവരുടെ കളിപ്പാട്ടങ്ങൾ, ടോയ്സ് എടുത്തു വെക്കുകയാണ് അല്ലേ? കീപ്പ് ചെയ്യുകയാണ്. നോക്കിയേ, ബോയുടെ കളിപ്പാട്ടങ്ങളിൽ എന്തൊക്കെയുണ്ട്? ഒരു ഫുട്ബോൾ കാണുന്നുണ്ട്, പിന്നെ ക്രയോൺസ് കാണുന്നുണ്ട്, പിന്നെ ഒരു ഡോൾ അല്ലേ? ഒരു ആനിമലിൻ്റെ ഡോള് കാണുന്നുണ്ട്. അതെന്താണ് ആ ആനിമൽ? എനിക്ക് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, ആ ആനിമൽ ഏതാണ്? അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, പുറത്ത് തന്നെ ആ ബോയുടെ പെട്ടിയുടെ പുറത്തായിട്ട്, ബോക്സിൻ്റെ പുറത്തായിട്ട്
കാണുന്ന ആ ഡോൾ അത് എന്ത് ആനിമലാണ് എന്ന് ടൈപ്പ് ചെയ്യുക. വലതുവശത്ത് ഗേള് മുടി ഹെയർ 2 സൈഡ് പ്ലീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഗേളിൻ്റെ ടോയ്സ് എന്താണ്? ഒരു മങ്കി ഉണ്ട്, ഒരു വൈറ്റ് ഡോൾ കാണുന്നുണ്ട്. അതെന്ത് ജീവിയാണ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ ജീവി എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. പിന്നെന്താണ്? കിച്ചൺ സെറ്റ് അല്ലെങ്കിൽ ടീ സെറ്റ് ഉണ്ടല്ലോ അവിടെ. ഒരു ടീ ജഗ്, പിന്നെ കപ്പ് ആൻഡ് സോസ്, സ്പൂൺ, പിന്നെ ക്രയോൺസ്, പിന്നെ അവിടെ ഒരു താറാവ്, ഡക്ക് അല്ലേ? ഡക്കിൻ്റെ കുട്ടി, ഡക്ലിങ്. ഒരു ഡക്ലിങ്, യെല്ലോ ഡക്ലിങ്ങിനെ കാണാം അല്ലേ? ബാക്കി എന്തൊക്കെയുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആ പെട്ടിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ പേരുകളൊക്കെ ബോയുടെ പെട്ടിക്കകത്തും ഗേളിൻ്റെ പെട്ടിക്കകത്തും ഉള്ള സാധനങ്ങളുടെയൊക്കെ പേര് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. ആർക്കൊക്കെ എന്തൊക്കെ കാണുന്നുണ്ട്, ടീച്ചർക്ക് മനസ്സിലാവാത്ത എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്താണ് വാക്ക്? KEEP, കീപ്പ്. കീപ്പ്, KEEP, കീപ്പ്. ഇനി വച്ചു എന്ന് പറയണം. പാസ്റ്റ്, V2 ഫോം, പാസ്റ്റ് ഫോം, വച്ചു. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം, വയ്ക്കപ്പെട്ടു. രണ്ടിനും ഒരേ വാക്കാണ്. കെപ്റ്റ്, കെപ്റ്റ്. കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ്. കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ്. ഓക്കെ, കീപ്പ് വയ്ക്കുക, കെപ്റ്റ് വച്ചു, കെപ്റ്റ് വയ്ക്കപ്പെട്ടു. V1 ഫോം, ബേസ് ഫോം, കീപ്പ്. V2 ഫോം, പാസ്റ്റ് ഫോം, കെപ്റ്റ്. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം, കെപ്റ്റ്. കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ്. കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ്. V1 ഫോം, base form, keep. V2 form, past form, kept. V3 form, past participle form, kept. Keep, kept, kept. Keep, kept, kept. V1 form, base form, keep. V2 form, past form, kept. V3 form, past participle form, kept. ഇനി വയ്ക്കുന്നു. കീപ്പിംഗ്, KEEP, കീപ്പ് പ്ലസ് ING, കീപ്പിംഗ്. വ്യത്യാസമൊന്നും വരാനില്ല. ഒന്നും പോകുന്നുമില്ല, ഒന്നും വരുന്നുമില്ല. ജസ്റ്റ് കീപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി ING വെക്കാം. ഓക്കെ, കീപ്പ്, കെപ്റ്റ്, കീപ്പിംഗ്. വയ്ക്കുക, കീപ്പ്. വച്ചു, കെപ്റ്റ്. വയ്ക്കുന്നു, കീപ്പിംഗ്. കീപ്പ്, kept, keeping. വയ്ക്കുക, keep. വച്ചു, kept. വയ്ക്കുന്നു, keeping. Keep, kept, kept. Keeping, keeps. Keep, kept, kept. Keeping, keeps. V1 form, base form, keep. V2 form, past form, kept. V3 form, past participle form, kept. V4 form, present participle form, keeping. V5 form, third person singular present form, keeps. V1 form, base form, keep. V2 form, past form, kept. V3 form, past participle form, kept. V4 form, present participle form, keeping. V5 form, third person singular present form, keeps. Keep, kept, kept, keeping, keeps. Keep, kept, kept, keeping, keeps. Keep, kept, kept, keeping, keeps. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്റൻസസിലോട്ട് ഇടാം അല്ലേ? Please keep the noise down. Please keep the noise down. Please keep the noise down. ദയവായി ശബ്ദം താഴ്ത്തി വയ്ക്കുക.
ദയവായി ശബ്ദം താഴ്ത്തി വയ്ക്കുക. പ്ലീസ് കീപ് ദ നോയ്സ് ഡൗൺ. അതായത് അധികം ശബ്ദം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. പ്ലീസ് കീപ് ദ നോയ്സ് ഡൗൺ. പ്ലീസ് കീപ് ദ നോയ്സ് ഡൗൺ. അടുത്തത്, ഷീ കെപ്റ്റ് all her old letters. She kept all her old letters. She kept all her old letters. അവൾ തൻ്റെ പഴയ കത്തുകളെല്ലാം സൂക്ഷിച്ചു വച്ചു. ഇവിടെ സൂക്ഷിച്ചു വച്ചു എന്ന് പറയാൻ കാരണം എന്തേ? ഇത് പഴയ കാര്യം നമ്മൾ ഇപ്പോഴും വരെ വച്ചു. അവൾ, നമ്മളല്ല, അവൾ, ഷീ, അവള് ഈ ടൈം വരെ വച്ചു. അതിനർത്ഥം എന്താണ്? അവള് അതിനെ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്തത്. ഓക്കെ, മനസ്സിലായല്ലോ? ഷീ കെപ്റ്റ് ഓൾ ഹർ ഓൾഡ് ലെറ്റേഴ്സ്. അവൾ അവളുടെ പഴയ കത്തുകളെല്ലാം സൂക്ഷിച്ചു വച്ചു. ഷീ കെപ്റ്റ് ഓൾ ഹർ ഓൾഡ് ലെറ്റേഴ്സ്. ഷീ കെപ്റ്റ് ഓൾ ഹർ ഓൾഡ് ലെറ്റേഴ്സ്. ഓക്കെ. The food has been kept warm. The food has been kept warm. The food has been kept warm. ഭക്ഷണം ചൂടോടെ വച്ചിട്ടുണ്ട്. ഓക്കെ, ഭക്ഷണം ചൂടോടെ വച്ചിട്ടുണ്ട്. ഹാസ് ബീൻ കെപ്റ്റ്, അവിടെ V3 ഫോമാണ് യൂസ് ചെയ്തത്. ഓക്കെ, ദ ഫുഡ് ഹാസ് ബീൻ കെപ്റ്റ് വാം. ഭക്ഷണം ചൂടോടെ സൂക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്, അല്ലെ വച്ചിട്ടുണ്ട്. ഓക്കെ, ദ ഫുഡ് ഹാസ് ബീൻ കെപ്റ്റ് വാം. ദ ഫുഡ് ഹാസ് ബീൻ കെപ്റ്റ് വാം. ദ ഫുഡ് ഹാസ് ബീൻ കെപ്റ്റ് വാം. They are keeping a close watch on the baby. They are keeping a close watch on the baby. They are keeping a close watch on the baby. അവർ കുഞ്ഞിനെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നുണ്ട്. അവർ കുഞ്ഞിനെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നുണ്ട്. അതായത് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ചു വയ്ക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ. ഓക്കെ, ദേ ആർ കീപ്പിംഗ് എ ക്ലോസ് വാച്ച് ഓൺ ദ ബേബി. ദേ ആർ കീപ്പിംഗ് എ ക്ലോസ് വാച്ച് ഓൺ ദ ബേബി. ഹി ഓൾവേസ് കീപ്സ് ഹിസ് പ്രോമിസസ്. ഹി ഓൾവേസ് കീപ്സ് ഹിസ് പ്രോമിസസ്. He always keeps his promises. അവൻ എപ്പോഴും അവൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കാറുണ്ട്. ഓക്കെ, പാലിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കീപ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, he always keeps his promises. He always keeps his promises. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും ടീച്ചർ വെക്കുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞു, എന്നിട്ട് ഇവിടെ പാലിക്കുക എന്നാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ജീവനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ നടപ്പിലാക്കേണ്ടത്, പ്രവൃത്തിയിലൂടെ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിനെ പാലിക്കുക, പരിപാലിക്കുക എന്ന് തന്നെയല്ലേ നമ്മൾ മലയാളത്തിൽ പറയും. ഇപ്പോൾ ഒരു കുട്ടിയെ സൂക്ഷിച്ച് നോക്കുന്നതിനെ അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിക്കുന്നതിന് എന്താ പറയുക? പരിപാലിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു പെറ്റിനെ പരിപാലിക്കും, അല്ലേ? ആ സ്ഥാനത്ത് നമ്മുടെ ഒരു വാക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണെങ്കിൽ എന്താണ്, അതിന് നമ്മൾ എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുക? ഏതെങ്കിലും പെട്ടിയിലിട്ട് പൂട്ടുവോ? ഇല്ല, നമ്മളത് നടത്തിക്കൊണ്ടാണത് നടപ്പിലാക്കുക. അതാണ് പാലിക്കുക. ഓക്കെ, പാലിക്കുക, പരിപാലിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഈ കീപ്പ് എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിൽ നിന്നും അത് മാറിപ്പോകുന്നൊന്നുമില്ല. നമ്മൾ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മലയാളത്തിൽ കുറച്ച് വിപുലമായിട്ട് കുറച്ച് വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, he always keeps his promises. He always keeps his promises. ഓക്കെ, ടീച്ചറിന്റെ കൂടെ സെന്റൻസസ് ഒന്ന് വായിച്ചോളൂ. ഒന്നല്ല, ഒരു 3 തവണ തന്നെ വായിച്ചോളൂ. പ്ലീസ് കീപ് ദ നോയ്സ് ഡൗൺ. പ്ലീസ് കീപ് ദ നോയ്സ് ഡൗൺ. പ്ലീസ് കീപ് ദ നോയ്സ് ഡൗൺ. She kept all her old letters. She kept all her old letters.
She kept all her old letters. The food has been kept warm. The food has been kept warm. The food has been kept warm. They are keeping a close watch on the baby. They are keeping a close watch on the baby. They are keeping a close watch on the baby. He always keeps his promises. He always keeps his promises. He always keeps his promises. Okay? അപ്പം എന്ത് ചെയ്യണം? കീപ്, കെപ്റ്റ്, കെപ്റ്റ്, കീപ്പിംഗ്, കീപ്സ്. അടുത്ത അറ്റൻഡൻസ്. ഓക്കെ? അടുത്ത അറ്റൻഡൻസ് ഇട്ടോളൂ. കീപ്പിൻ്റെ V1, V2, V3, V4, V5 എല്ലാം. V1 form base form keep, V2 form past form kept, V3 form past participle form kept, V4 form present participle form keeping, V5 form third person singular present form keeps. Okay? അടുത്ത വാക്കാണ് അറിയുക. അല്ലേ? അറിയുക. നമ്മൾ പൊതുവെ പറയുന്നതാണ് എന്ത്? എനിക്കറിയാം, അവനറിയാം, അവൾക്കറിയാം, അവർക്കറിയാം. എന്താണ് അതിന് ഇംഗ്ലീഷിൽ പറയുക? നോ. നോ. നോ എന്നല്ല, നോ എന്നാണ്. നോ. ഓക്കെ? നോ. അതിന് നിങ്ങൾ നോവെന്നൊന്നും ആക്കരുതേ. ഇറ്റ്സ് നോ. നോ. അപ്പം നിങ്ങൾ വിചാരിക്കും ടീച്ചർ എന്താണ് ഇങ്ങനെ? അതാണ് എന്ത് ഇംഗ്ലീഷ് ഭാഷയുടെ വികൃതികൾ എന്ന് പറയും നമുക്ക്. കാരണം എന്തേ? KNOW അതിനെ നമ്മൾ നോ എന്ന് വായിക്കും. കെ സൈലൻ്റ് ആണ്, അതുപോലെ തന്നെ നോ എന്ന് പറയും. പിന്നെ NOW എന്നുള്ളൊരു വാക്കുണ്ട്, അതിന് നമ്മൾ നൗ എന്ന് പറയും. അത് നൗ, ഇത് നോ. ഓക്കെ? നോ. ഓക്കെ? ചിരി വരുന്നില്ലേ? ടീച്ചർക്ക് ചിരി വരുന്നുണ്ട്, സത്യമായിട്ടും ചിരി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ. നമ്മുടെ മലയാളം പോലെയല്ല. നമ്മുടെ മലയാളം എന്താണോ കാണുന്നത് അത് തന്നെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ല. ഇംഗ്ലീഷ് എന്തൊക്കെയോ ആണ്, അത് നമ്മൾ പഠിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. KNOW നോ. 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 ഓക്കെ? KNOW നോ. അറിയുക. KNOW നോ. അറിയുക. KNOW നോ. അറിയുക. കെ സൈലൻ്റ് ആണ്. ഓക്കെ? ഇവിടെ നോക്കിയേ, രണ്ട് ചിത്രങ്ങൾ. ഒരു കറുത്ത മനുഷ്യൻ വലതും, മനുഷ്യൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ വലതും, ഇടത് ഒരു പയ്യൻ അല്ലേ? ആ പയ്യൻ്റെയും ആ മനുഷ്യൻ്റെയും തലൻ്റെ അടുത്തായിട്ട് എന്തുണ്ട്? ബൾബുണ്ട്. ബൾബ് കത്തുക. നമ്മൾ പൊതുവെ നാടൻ പ്രയോഗമാണ് അല്ലേ? അവൻ്റെ തലയിൽ ഇതുവരെയായി ബൾബ് കത്തിയിട്ടില്ല, അതായത് അവന് മനസ്സിലായിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. ഓക്കെ? ഇവിടെ എനിക്കറിയാം, എനിക്കറിയുന്നു, എനിക്കറിയുന്നു എന്നുള്ള ഒരർത്ഥം വരുത്താനാണ് അങ്ങനെ ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ? ഓക്കെ? അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ പാസ്റ്റും പ്രസൻറ്റ് പാർട്ടിസിപ്പിളും പാസ്റ്റ് പാർട്ടിസിപ്പിളും V5 ഫോമും ഒക്കെ നോക്കാം. ഓക്കെ? KNOW നൗ. നൗ. KNEW new. New. KNOWN known. Known. ഓക്കെ? നൗൺ എന്നല്ല, നോൺ. ഓക്കെ? നോൺ. നോ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ നോ എന്ന് പറയുന്നില്ലേ? KNOW അതിൽ നോ എന്ന് പറയും. അതിലൊരു N ചേർക്കുമ്പോൾ നമുക്ക് V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കിട്ടും. ആ കിട്ടുമ്പോൾ ഉച്ചരിക്കുന്ന എങ്ങനെയാണ്? നോ എന്ന് പറഞ്ഞിട്ടൊരു നോൺ. നോൺ. ഞാൻ ഇങ്ങനെ പറഞ്ഞു തരും, എന്നിട്ട് റെക്കോർഡ് ചെയ്ത് അയക്കുമ്പോൾ ടീച്ചറെ നൗൺ എന്നെല്ലാം വായിച്ചയക്കും. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ പറയുന്ന ഓരോന്നും ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലേക്കും എടുക്കണം, നോട്ട് പുസ്തകത്തിലേക്കും എഴുതണം. ഓക്കെ? നോൺ. നോൺ. KNOWയുടെ അതേ പ്രൊനൗൺസിയേഷൻ, എന്നിട്ട് അതിലേക്ക് ഒരു അവസാനം ഒരു എന്ന് ചേർത്താൽ മതി. ഓക്കെ? നോ. ന്യൂ. നോൺ. നോ. ന്യൂ. നോൺ. ഓക്കെ? നോ. ന്യൂ. നോൺ. ഓക്കെ? V1 form base form no. V2 form past form new. V3 form past participle form known. V1 form base form no. V2 form past form new.
V3 form past participle form known. Know, knew, known. Know, knew, known. V1 form base form know. V2 form past form knew. V3 form past participle form known. V1 form base form know. V2 form past form knew. V3 form past participle form known. Known. Okay? അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. Okay, KNOW, no. KNEW, new. KNOW plus ing, no, ing. No, ing. No, ing. No, ing. Knowing, knowing, knowing. Okay, no എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഇങ് വരാൻ പാടുള്ളൂ. ടീച്ചർ ഒന്ന് പ്ലേയിങ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ നോ ഇങ്. ഓക്കെ, നോയിങ്, നോയിങ്. നോ, ന്യൂ, നോൺ, നോയിങ്. നോ, ന്യൂ, നോൺ, നോയിങ്. V1 form base form no. V2 form past form knew. V3 form past participle form known. V4 form present participle form knowing. V5 form third person singular present form knows. 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 Okay? Know, knew, known, knowing, knows. Know, knew, know, knowing, knows. V1 form base form know. V2 form past form knew. V3 form past participle form known. V4 form present participle form knowing. V5 form third person singular present form knows. Know, knew, known, knowing, knows. Know, knew, known, knowing, knows. Okay? V1 form base form know. V2 form past form knew. V3 form past participle form known. V4 form present participle form knowing. V5 form third person singular present form knows. Know, knew, known, knowing, knows. Know, knew, known, knowing, knows. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? അടുത്ത അറ്റൻഡൻസ് ഇപ്പോഴേ ഇട്ടോളൂ. എന്താണ്? V1, V2, V3, V4, V5 ഫോംസ് ഓഫ് നോ അറിയുക. നോ. KNOW, K സൈലന്റ് ആണ്. എനിക്ക് നോ എന്നങ്ങനെ ആരെങ്കിലും എനിക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചാൽ ഉറപ്പാണ് ഞാൻ മെസ്സേജ് വഴി ഞാൻ ഇടിയും അടിയും തൊഴിയൊക്കെ അയക്കും. ഉറപ്പാണ്. K സൈലന്റ് ആണ് ഇവിടെ. നോ എന്നൊന്നും ആരും അയക്കരുത്. ഇറ്റ് ഇസ് നോ. ഓക്കെ, നോ. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും പ്രസന്റ് ഇട്ടല്ലോ. ഇനി നമുക്ക് സെന്റൻസസിലോട്ട് പോകാം അല്ലേ? I know the answer. I know the answer. I know the answer. ഇവിടെ നോ, അതുപോലെ തന്നെ ആൻസർ, ആൻസർ, ആൻസർ. ആൻസർ എന്നൊന്നും ആരും എനിക്ക് അയച്ചു തരരുത്. ആൻസർ. ഓക്കെ, ആൻസർ, ആൻസർ, ആൻസർ. ഓക്കെ, പിന്നെ വേറൊരു സംഗതി കൂടിയുണ്ട്. എന്താണ് ടീച്ചർ വായിച്ചത്? എന്താണ്? ദി ആൻസർ, ദി ആൻസർ, ദി ആൻസർ. എന്തുകൊണ്ടാണ് ടീച്ചർ ദി എന്ന് വായിച്ചത്? THA ദ എന്ന് എന്തുകൊണ്ട് വായിച്ചില്ല? അതിൻ്റെ റീസൺ ഒന്ന് കമൻറ്റിൽ അയക്കുക. ഓക്കെ, ഐ നോ ദി ആൻസർ. ഐ നോ ദി ആൻസർ. എനിക്ക് ഉത്തരം അറിയാം. ഐ നോ ദി ആൻസർ. എനിക്ക് ഉത്തരം അറിയാം. എന്തുകൊണ്ടാണ് ടീച്ചർ ദി ആൻസർ എന്ന് പറഞ്ഞത് എന്നുള്ള റീസൺ, അതിനുള്ള റീസൺ കമൻറ്റിൽ അയക്കുക. ഓക്കെ, ഐ നോ ദി ആൻസർ. എനിക്ക് ഉത്തരം അറിയാം. അടുത്തത് ഷീ ന്യൂ ഹിം വെൽ. ഷീ ന്യൂ ഹിം വെൽ. ഇപ്പോഴും പലർക്കും ആ വ് എന്നുള്ളത് വരുന്നില്ല. വ് എന്നുള്ളത് വരണമെങ്കിൽ എന്തിൻ്റെ ട്രെയിനിങ് എടുക്കണം? വൗ വൗ വൗ. ഓക്കെ,
wow. Okay, well. Okay, she knew him well. നിങ്ങളിത് റോഡിലൂടെ നടക്കുമ്പോഴൊന്നും ചെയ്യരുത് മക്കളെ. ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ, ഒറ്റയ്ക്കുള്ള അവസരങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ ഒക്കെ അടുത്തൊന്നും പ്രാക്ടീസ് ചെയ്താൽ കുഴപ്പമില്ല. കാരണം അവരൊരിക്കലും നിങ്ങളെ തെറ്റിദ്ധരിക്കില്ല. ഓക്കെ, തെറ്റിദ്ധരിക്കപ്പെടാത്ത അവസ്ഥകളിൽ ഇരിക്കുമ്പോൾ മാത്രം പ്രാക്ടീസ് ചെയ്യുക. wow. ഓക്കെ, ഷീ ന്യൂ ഹിം well, watch, washes, watches, walked. ഓക്കെ, ഇതിനൊക്കെ എന്ത് വേണം? വ എന്നുള്ള ഒരു ശബ്ദം, അതിൻ്റെ ഒരു ബേസ് ശബ്ദം നമുക്ക് കിട്ടണം. അപ്പോൾ അത് കുറച്ചുകൂടെ നന്നാവും. ഓക്കെ, ഷീ ന്യൂ ഹിം വെൽ. It is a known fact. അത് അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ്. അറിയപ്പെടുന്ന known. ഓക്കെ, ഇറ്റ് ഈസ് എ known fact. അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ്. V3 ഫോം. known, അറിയപ്പെടുന്ന, അറിയപ്പെടുക, അറിയുക, അറിഞ്ഞു, അറിയപ്പെട്ടു. ഓക്കെ, അറിയപ്പെട്ട ഒരു ഫാക്റ്റാണ്, അറിയപ്പെടുന്ന ഒരു ഫാക്റ്റാണ്, അറിയപ്പെടുന്ന ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുത. നോ അറിയുക, ന്യൂ അറിഞ്ഞു, നോൺ അറിയപ്പെട്ടു. ഓക്കെ, ഇവിടെ അറിയപ്പെട്ട ഫാക്റ്റ്, അറിയപ്പെടുന്ന ഫാക്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് എ നോൺ ഫാക്റ്റ്. ഷീ ഈസ് നോയിങ് ദ ട്രൂത്ത് നൗ. She is knowing the truth now. അവൾക്ക് ഇപ്പോൾ സത്യം അറിയാം. അവൾ ഇപ്പോൾ സത്യം അറിയുന്നു. ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് പ്രസന്റ് കണ്ടിന്യൂസിൻ്റെ ഇതാണോ? ആ ഒരു രീതിയിലാണോ ഇതുള്ളത്? അല്ല, ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ ഇതിന്? ഇല്ല. എന്തുകൊണ്ടാണ്? നോ ആസ് എ സ്റ്റേറ്റീവ് വെർബ്. ഓക്കെ, അതെന്താണ്? അതൊരു പെർസെപ്ഷൻ. അറിയുക എന്നുള്ളത് എന്താണ്? ഒരു പെർസീവിങ് മാറ്റർ ആണ്. ഓക്കെ, അറിയുക. ആ അറിയുന്നു എന്ന് പറയുന്നത് എന്താണ്? ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥമല്ല. അറിയുന്നു, എനിക്കറിയാം. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമോ? അറിയുന്നു എന്നുള്ളത് ഇല്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. നമ്മൾ ഒരു തവണ അറിഞ്ഞതാണ്, പിന്നെ അത് അറിഞ്ഞുകൊണ്ടേ ഇരിക്കണോ? ഇല്ല. എനിക്കറിയാം. എന്തറിയാം? എനിക്കറിയാം സൂര്യൻ എന്താണ്? കിഴക്ക് നിന്നാണ് ഉദിക്കുക എന്ന്. എവിടുന്നാ സൂര്യൻ അസ്തമിക്കുന്നത്? എവിടെയാണ് സൂര്യൻ അസ്തമിക്കുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇംഗ്ലീഷിലായിരിക്കണം. ഓക്കെ, ഇംഗ്ലീഷിലായിരിക്കണം. ഞാൻ പറഞ്ഞു സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. നിങ്ങൾ എവിടെ അസ്തമിക്കുന്നു എന്നുള്ളത് ഒന്ന് ഇംഗ്ലീഷിൽ താഴെ ടൈപ്പ് ചെയ്തിടും ആ വാക്ക്. ഓക്കെ, അപ്പോൾ ഈ കിഴക്ക് ഉദിക്കുന്നു എന്നുള്ളത് ഒരു തവണ ഞാൻ പഠിച്ചു അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുമോ സൂര്യൻ കിഴക്കുദിക്കുന്നു? ഇല്ല. അതെനിക്ക് ഓൾറെഡി അറിയപ്പെട്ട കാര്യമാണ്. എനിക്ക് ഇനിയും അറിഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ആവശ്യമില്ല. അതറിഞ്ഞു, ഓൾറെഡി എനിക്ക് അറിയാം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി ഇല്ലാത്ത ഒരു കാര്യമാണ് സ്റ്റേറ്റീവ് വെർബ്. അതിൽ പെട്ട ഒരെണ്ണമാണെന്ത്? ഈ നോ. അതുകൊണ്ട് തന്നെ ഷീ ഈസ് നോയിങ് ദ ട്രൂത്ത് നൗ എന്നുള്ളത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. എനിക്ക് ഓൾറെഡി അറിയാം എന്ത്? സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു എന്നുള്ളത്. എല്ലാവരും എഴുതിയോ? എവിടെ അസ്തമിക്കുക എന്നുള്ളത് മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ എഴുതിയോ? ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. ഓക്കെ, ഷീ ഈസ് നോയിങ് ദ ട്രൂത്ത്. അതൊന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും സ്റ്റേറ്റീവ് വെർബിന്റെ പ്രത്യേകത എന്താണ്? അതൊരിക്കലും പ്രസന്റ് കണ്ടിന്യൂസിലും പാസ്റ്റ് കണ്ടിന്യൂസിലും, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു സമയത്ത് നടന്നുകൊണ്ടിരുന്നു എന്ന് പറയാനോ നമുക്ക് സാധിക്കില്ല. അതിനുവേണ്ടി നമ്മൾ ഈ നോയിങ് എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞ ഒരു സമയത്ത് നടന്നുകൊണ്ടിരുന്നു. ഈ രണ്ട് കാര്യം പറയാനും നമ്മൾ എന്തുപയോഗിക്കില്ല? സ്റ്റേറ്റീവ് വെർബ്സ് യൂസ് ചെയ്യില്ല. ഇവിടെ നമ്മൾ പഠിച്ച നോ എന്നുള്ള വാക്ക് സ്റ്റേറ്റീവ് വെർബാണ്. അതുകൊണ്ടാണ് ഈസ് നോയിങ് എന്ന് പറയുന്ന സമയത്ത് അതൊരിക്കലും പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് അർത്ഥം ഉണ്ടാവും. അങ്ങനെ ഉപയോഗിക്കും, അതിന് അർത്ഥം ഉണ്ടാവും. പക്ഷെ അതൊരിക്കലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു കാലത്ത് നടന്നുകൊണ്ടിരുന്നു എന്നോ അർത്ഥം വരുന്നതായിരിക്കില്ല. ഓക്കെ, ഷീ ഈസ് നോയിങ് ദ ട്രൂത്ത് നൗ. ഓക്കെ, ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സത്യം. ഓക്കെ, ഹീ നോസ്
how to fix it. He knows how to fix it. അവന് അത് എങ്ങനെ ശരിയാക്കണമെന്ന് അറിയാം. അവന് അതെങ്ങനെ ശരിയാക്കണം എന്നറിയാം. ഓക്കെ, ശരിയാക്കുക, പരിഹരിക്കുക എന്നൊക്കെ അർത്ഥം നമുക്ക് വെക്കാം അവിടെ. ഫിക്സ് ഇറ്റ്, ഒരു കാര്യം ഫിക്സ് ചെയ്യുക, അത് ശരിയാക്കുക, അല്ലെങ്കിൽ ആ പ്രശ്നം, അവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ഫിക്സ് ഇറ്റ്, അത് പരിഹരിക്കുക. ഫിക്സ് ഇറ്റ്, അത് പരിഹരിക്കുക. ഓക്കെ, ഹീ നോസ് ഹൗ ടു ഫിക്സ് ഇറ്റ്. അവന് അതെങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാം. അവന് അതെങ്ങനെ ശരിയാക്കണമെന്ന് അറിയാം. ഓക്കെ, ഹീ നോസ് ഹൗ ടു ഫിക്സ് ഇറ്റ്. ഓക്കെ, നമുക്ക് വായിക്കാം ഒരു 3 തവണ. ഓക്കെ, I know the answer. I know the answer. I know the answer. She knew him well. She knew him well. She knew him well. It is a known fact. It is a known fact. It is a known fact. She is knowing the truth now. She is knowing the truth now. She is knowing the truth now. He knows how to fix it. He knows how to fix it. He knows how to fix it. അങ്ങനെ നമ്മൾ 2 പുതിയ വാക്കുകൾ പഠിച്ചു. അതിൻ്റെ V1, V2, V3, V4, V5 ഒക്കെ പഠിച്ചു. അതൊക്കെ വേഗം കമൻറ്റിലിട്ടെ. അടുത്ത അറ്റൻഡൻസ് V1, V2, V3, V4, V5 ഫോംസ് ഓഫ് keep and know. Okay? Keep, kept, kept, keeping, keeps. Know, knew, known, knowing, knows. Okay? അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത്? കീപ്, നോ. കീപ് വയ്ക്കുക. കെപ്റ്റ് വച്ചു. നോ അറിയുക. ന്യൂ അറിഞ്ഞു. V1 ഫോം ബേസ് ഫോം കീപ് വയ്ക്കുക. V2 ഫോം പാസ്റ്റ് ഫോം കെപ്റ്റ് വച്ചു. V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വയ്ക്കപ്പെട്ടു. V4 ഫോം പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം കീപ്പിംഗ് വയ്ക്കുന്നു. V5 ഫോം third person singular present form keeps. Keep, kept, kept, keeping, keeps. Keep, kept, kept, keeping, keeps. അടുത്തത് know, അറിയുക. V1 form base form know, അറിയുക. V2 form past form knew, അറിഞ്ഞു. V3 form past participle form known, അറിയപ്പെട്ടു. V4 form present participle form knowing, അറിയുന്നു. V5 form third person singular present form knows. Know, knew, known, knowing, knows. Know, knew, known, knowing, knows. Know, knew, known, knowing, knows. ഓക്കെ അല്ലേ? അപ്പം രണ്ടും ഇവിടെ ഒന്ന് എഴുതിയേ. രണ്ടും ഇവിടെ ഒന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വീണ്ടും ഒന്ന് കമൻറ്റ് ചെയ്തേ. കീപ്, കെപ്റ്റ്, കെപ്റ്റ്, കീപ്പിംഗ്, കീപ്സ്. നോ, ന്യൂ, നോൺ, നോയിങ്, നോസ്. ഓക്കെ, എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് റേസ് തുടങ്ങാം. എല്ലാവരും റെഡിയല്ലേ? എനർജറ്റിക് ആണെന്ന് കരുതുന്നു. നമുക്ക് തുടങ്ങാം. ഓക്കെ, റെഡി? 1, 2, 3, start. Run, ran, run, running, runs. Jump, jumped, jumped, jumping, jumps. Eat, ate, eaten, eating, eats. Brush, brushed, brushed, brushing, brushes. Read, 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 reading, reads. Drink, drank, drunk,
drinking, drinks. Wash, washed, washed, washing, washes. Play, played, played, playing, plays. Sit, sat, sat, sitting, sits. Walk, walked, walked, walking, walks. Go, went, gone, going, goes. Come, came, come, coming, comes. Climb, climbed, climbed, climbing, climbs. Fly, flew, flown, flying, flies. Swim, swam, swum, swimming, swims. Tear, tore, torn, tearing, tears. Cook, cooked, cooked, cooking, cooks. Cut, 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 cutting, cuts. Write, wrote, written, writing, writes. Learn, learnt, learnt, learning, learns. Stand, stood, stood, standing, stands. Sleep, slept, slept, sleeping, sleeps. Dance, danced, danced, dancing, dances. Sing, sang, sung, singing, sings. Pray, prayed, prayed, praying, prays. Draw, drew, drawn, drawing, draws. Wear, wore, worn, wearing, wears. Put, 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 putting, puts. Take, took, taken, taking, takes. See, saw, seen, seeing, sees. Watch, watched, watched, watching, watches. Grow, grew, grown, growing, grows. Comb, combed, combed, combing, combs. Beat, beat, beaten, beating, beats. Hit, 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 hitting, hits. Kick, kicked, kicked, kicking, kicks. Prepare, prepared, prepared, preparing, prepares. Make, made, made, making, makes. Teach, taught, taught, teaching, teaches. Bring, brought, brought, bringing, brings. Buy, bought, bought, buying, buys. Begin, began, begun, beginning, begins. Become, became, become, becoming, becomes. Dig, dug, dug, digging, digs. Do, did, done, doing, does. Forget, forgot, forgotten, forgetting, forgets. Forgive, forgave, forgiven, forgiving, forgives. Fall, fell, fallen, falling, falls. Feel, felt, felt, feeling, feels. Fight, fought, fought, fighting, fights. Find, found, found, finding, finds. Freeze, froze, frozen, freezing, freezes. Give, gave, given, giving, gives. Hear, heard, heard, hearing, hears. Listen, listened, listened, listening, listens. Keep, kept, kept, keeping, keeps. Know, knew, known, knowing, knows. പാട്ട് കഴിഞ്ഞല്ലേ? ഓട്ടം എന്ന് പറഞ്ഞ ടീച്ചർ പാട്ടാന്ന് തോന്നുന്നു നടത്തിയത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഒന്നും മറക്കരുത്, എല്ലാം ഓർമ്മയിൽ വേണം. ഓക്കെ? അപ്പം എല്ലാവരും എന്ത് ചെയ്യാം? പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ? അപ്പോഴെന്ത് എല്ലാവരുടെയും കമൻസ് ഞാൻ നോക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം ഇൻവോൾവ് ആയിട്ടാണ് ഈ ക്ലാസ്സസ് ഒക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ? അപ്പം എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.